എല്ലാവർക്കും നമസ്കാരം. എലമെൻ്റൽ PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. കൺഫ്യൂസിങ് ഫാക്റ്റാണ്, മാറിപ്പോകാതെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. രണ്ടും മാറിപ്പോകാൻ പാടില്ല. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെങ്കിലോ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26 ഈ നവംബർ 26 എന്ന ദിവസം നമ്മൾ ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26 നവംബർ 26 എന്ന് പറയുന്നത് ദേശീയ ഭരണഘടനാ ദിനമാണ്. ഇനി ഇന്ത്യയുടെ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 1950 ജനുവരി 26 ജനുവരി 26 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക. ഹാപ്പി ലേണിംഗ്.